ഹായ് എവരിവൺ, നമുക്കിന്ന് വേറൊരു പ്രോബ്ലം ചെയ്യാം. ഓക്കെ, കഴിഞ്ഞ ദിവസം ചെയ്തതിന്റെ തന്നെ വേറൊരു മോഡൽ ക്വസ്റ്റ്യൻ റെപ്പറ്റീഷൻ സംതിങ് അല്ലേ, കുറച്ച് ചില വേർഡ്സ് റിപ്പീറ്റ് ചെയ്യുമ്പോൾ പ്രോബ്ലം അസിസ്റ്റന്റ് എന്നൊരു ക്വസ്റ്റ്യൻ ഇന്നലെ നമ്മൾ ചെയ്തു. അപ്പോൾ അതിൽ അസിസ്റ്റന്റിലെ എസ്സുകൾ ലെറ്റേഴ്സ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെ എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്, പെർമ്യൂട്ടേഷൻ എങ്ങനെ കണ്ടുപിടിക്കണം എന്ന് നമ്മൾ ചെയ്തു. അതായത് അതേ മോഡലുള്ള ക്വസ്റ്റ്യൻ ആണ്, സിമ്പിൾ, നമ്മളൊന്ന് മനസ്സിലാക്കാൻ ചെയ്യാനേ ഉള്ളൂ. There are 3 red balls, 4 blue balls and 5 yellow balls. Okay, red balls 3 എണ്ണം ഉണ്ട്, blue balls 4 എണ്ണം ഉണ്ട്, yellow balls 5 എണ്ണം ഉണ്ട്. In how many ways can they arrange in a row? ഒരു റോയിൽ ഇതിനെ എങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്യാം എന്നുള്ളതാണ് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ. നമുക്ക് എങ്ങനെ ചെയ്യാം? സിമ്പിൾ. റെഡ് ബാൾസ് എത്ര ഉണ്ട്? റെഡ് ബാൾസ് 3 എണ്ണം, ബ്ലൂ ബോൾസ് എത്ര ഉണ്ട്? 4 എണ്ണം, യെല്ലോ ബോൾസ് എത്ര എണ്ണം ഉണ്ട്? 5 എണ്ണം ഉണ്ട്. ഓക്കെ, 4 3 7 4 9 3 12 എണ്ണം ടോട്ടൽ ഉണ്ട് അല്ലേ? 12 ബോൾസ് ആകെ ഉണ്ട്. ഓക്കെ, ആകെ ബോൾസ് 12 എണ്ണം. സോ 12 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ, ഇവിടെ എന്തുണ്ട്? ബോൾസിന്റെ കളർ എന്ത് ചെയ്യുന്നു? റിപ്പീറ്റ് ചെയ്യുന്നു. നമ്മൾ നേരത്തെ വേർഡ് റിപ്പീറ്റ് ചെയ്യുമ്പോൾ, ലെറ്റേഴ്സ് റിപ്പീറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? അതേ ഫോർമാറ്റ് തന്നെ. റെഡ് ബോൾസ് എത്ര ഉണ്ട്? 3 ഫാക്ടോറിയൽ 3 എണ്ണം. ബ്ലൂ ബോൾസ് എത്ര ഉണ്ട്? 4. സോ 4 ഫാക്ടോറിയൽ. യെല്ലോ ബോൾസ് എത്ര ഉണ്ട്? 5. സോ 5 ഫാക്ടോറിയൽ. വളരെ സിമ്പിൾ ആണ്. ക്വസ്റ്റ്യൻ അതിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യും? 4 3 ബോൾ 4 3 7 3 പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെ ഇരുന്ന് ആലോചിക്കും. നമ്മളൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല. വളരെ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാം? എത്ര ഉള്ളത്? 5 3 8 4 12 ബോൾസ് ആകെ ഉണ്ട്. സോ 12 ഫാക്ടോറിയൽ. ഇത് എന്താണ്? വേറെ ഒന്നും സ്പെഷ്യൽ ആയിട്ട് പറഞ്ഞിട്ടില്ല. ചില ബോൾസ് അടുത്ത് വരണമെന്നോ ഇനി ലെറ്റേഴ്സ് ഒക്കെ അടുത്ത് വരുമ്പോൾ എങ്ങനെ ചെയ്യണമെന്ന് ഞാൻ വേറെ പ്രോബ്ലം നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ മുകളിൽ ചെയ്യാം. ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ, ഈ രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ ഇത്രയും ചിന്തിച്ചാൽ മതി. ആകെ 12 ബോൾസ്, അതിൽ 3 എണ്ണം റെഡ് ബോൾസ്, 4 എണ്ണം ബ്ലൂ, 5 എണ്ണം ഇതാണ് യെല്ലോ ബോൾസ്. അപ്പോൾ 12 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 3 ഫാക്ടോറിയൽ ഇൻ 4 ഫാക്ടോറിയൽ 5 ഫാക്ടോറിയൽ കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് ആൻസർ കിട്ടുമ്പോൾ 27,720 വേസ് എന്ന് നമുക്ക് എന്ത് ചെയ്യും? ആൻസർ കിട്ടും. ഹൗ മെനി വേസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഹൗ മെനി വേസ് എന്നാണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യുക? 27,720 വേസ് എന്ന് തന്നെ എന്ത് ചെയ്യണം? നമ്മൾ ആൻസർ ചെയ്യണം. അല്ല ടൈംസ് ഒന്നോ അല്ലെങ്കിൽ വെറും 27,720 എഴുതി വെക്കരുത്. 27,720 വേസ്. ഓക്കെ ഓക്കെ, ഇങ്ങനെ എഴുതി വെച്ചാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? ആൻസർ കറക്റ്റ് നമുക്ക് എന്ത് ചെയ്തിട്ട് പറയാൻ പറ്റുള്ളൂ. കാരണം എത്ര വഴികൾ ചെയ്യാമെന്ന് ചോദിച്ചിട്ടുണ്ട്, എത്ര വഴികൾ എഴുതി വെച്ചിട്ടുമുണ്ട്. ഓക്കെ, ഇതൊരു സിമ്പിൾ മോഡൽ ക്വസ്റ്റ്യൻ ആണ്. വളരെ എളുപ്പമാണ് ഈ പെർമ്യൂട്ടേഷന്റെ ക്വസ്റ്റ്യൻസ്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? മറ്റൊരു ക്വസ്റ്റ്യൻ, മറ്റൊരു പ്രോബ്ലം ആണ്. നിങ്ങൾക്ക് ഇത് വായിക്കാൻ പറ്റുമെന്ന് നോക്കുന്നത് ഞാൻ ആദ്യമേ പറയുന്നു, ഹാൻഡ് റൈറ്റിംഗ് ഇച്ചിരി മോശമാണ്. ഓക്കെ, ഞാൻ പലതവണ എഴുതിയിട്ടാണ് ഇത്രയും വൃത്തി കിട്ടുന്നത്. അതിൽ എന്നോടെല്ലാവരും ഒന്ന് ക്ഷമിക്കുക. ഓക്കെ, എനിക്ക് ഹാൻഡ് റൈറ്റിംഗിന്റെ ഇച്ചിരി പ്രോബ്ലം ഉണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും വായിക്കാൻ പറ്റുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രോബ്ലം നോക്കാം. ഫൈൻഡ് ദ നമ്പർ ഓഫ് വേസ് ഇൻ വിച്ച് ദ ലെറ്റേഴ്സ് ഓഫ് ദ വേർഡ് പെൻസിൽ ബി അറേഞ്ച്ഡ് സോ ദാറ്റ് N is always next to E. പെൻസിൽ എന്ന വേർഡിനെ നമുക്ക് എന്ത് ചെയ്യണം? അറേഞ്ച് ചെയ്യണം. പെൻസിൽ എന്ന വേർഡിനെ നമുക്ക് എന്ത് ചെയ്യണം? അറേഞ്ച് ചെയ്യണം. അറേഞ്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, N കഴിഞ്ഞാൽ അടുത്തത് ഏത് തന്നെ വരണം? E തന്നെ വരണം. നമുക്ക് ഏത് വരണം? N കഴിഞ്ഞാൽ നമുക്ക് ഏത് തന്നെ ആദ്യം കിട്ടണം? E തന്നെ നമുക്ക് എന്ത് ചെയ്യണം? ആദ്യം നമുക്ക് കിട്ടണം. N കഴിഞ്ഞാൽ E വരണം എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. സോ പെൻസിൽ എത്ര വേർഡ് ഉണ്ട്? ലെറ്റർ ഉണ്ട്. 1 2 3 4 5 6 ലെറ്റേഴ്സ് ഉണ്ട്. ഓക്കെ, സാധാരണ പെൻസിലിനെ നമുക്ക് അറേഞ്ച് ചെയ്യുമ്പോൾ എന്ത് ചെയ്താൽ മതി? 6 ഫാക്ടോറിയൽ എടുത്താൽ മതി. പെൻസിൽ എന്ന ലെറ്ററിനെ അങ്ങോട്ടും അറേഞ്ച് ചെയ്യുമ്പോൾ 6 ഫാക്ടോറിയൽ എടുത്താൽ നമുക്ക് എന്ത് ചെയ്യും? ആൻസർ കിട്ടും. പക്ഷേ ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യം എന്താണ്? N ഈസ് ഓൾവേസ് നെക്സ്റ്റ് ടു E. N കഴിഞ്ഞ് E തന്നെ വരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ 6 ലെറ്റേഴ്സ് ഉണ്ട്. 6 എണ്ണത്തിന് ഈ 2 എണ്ണം പോയിക്കാൻ എത്ര ഉള്ളൂ? 4 ലെറ്റേഴ്സേ പിന്നെ ഉള്ളൂ. ഒരെണ്ണത്തിന്റെ കൂടെ തന്നെ അടുത്ത് വരണം എന്ന് പറയുമെങ്കിൽ N ഈസ് ഓൾവേസ് നെക്സ്റ്റ് ടു E, അതായത് N കഴിഞ്ഞാൽ E തന്നെ വരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഈ 2 എലമെന്റുകൾ എന്ത് ചെയ്യണം? ഒറ്റ യൂണിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യണം. N കൂടാതെ വേറെ ഏതെങ്കിലും ഇപ്പൊ C കൂടെ വന്നു കഴിഞ്ഞാൽ ആ 3 എണ്ണത്തിനെ എത്ര എണ്ണമാണോ ഒരുമിച്ച് നിൽക്കുന്നത് എപ്പോൾ പറയുന്നു?
അറേഞ്ച് ചെയ്യുമ്പോൾ ഈ രണ്ട് ലെറ്റേഴ്സ് അടുത്ത് തന്നെ കാണണം എന്ന് പറയുന്നെങ്കിൽ അതിനെന്ത് ചെയ്യണം? ഒറ്റ ഫാക്ടറായിട്ട് അല്ലെങ്കിൽ ഒറ്റ യൂണിറ്റ് ആയിട്ട് എന്ത് ചെയ്യണം? അറേഞ്ച് ചെയ്തിരിക്കണം. ഒറ്റ യൂണിറ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യണം? എൻ കഴിഞ്ഞിട്ട് എന്നിന് ഈ അടുത്തടുത്ത് തുടങ്ങുന്നതല്ല, എൻ കഴിഞ്ഞാൽ, അതായത് എൻ കഴിഞ്ഞാൽ അപ്പോഴേ എഴുതാനാണ്, ഈ എന്നിന് മുമ്പ് വരാനും പാടില്ല. അങ്ങനെ ശ്രദ്ധിക്കണം. ഈ എന്ത് ചെയ്യരുത്? എന്നിന് മുമ്പ് വരാനും പാടില്ല. അതുകൂടെ എന്ത് ചെയ്യണം? എപ്പോഴും ചിന്തിക്കണം. എൻ ഈസ് ഓൾവേസ് നെക്സ്റ്റ് ടു ഇ. എൻ കഴിഞ്ഞാൽ ഈ വരണം. ഓക്കെ, അതായത് എന്നിന് മുമ്പ് ഈ വരാനും പാടില്ല. അതാണ് അതിനകത്തൊരു ഗുരുക്കൃതി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? തെറ്റ് ചെയ്ത് വെക്കും. ആ തെറ്റ് എങ്ങനെ തെറ്റിയാതെ എങ്ങനെ എഴുതുമെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ രണ്ട് എലമെന്റ് കഴിഞ്ഞ്, രണ്ട് ലെറ്റേഴ്സ് എടുത്ത് കഴിഞ്ഞ് ബാക്കി എത്ര ഉണ്ട്? 4 എണ്ണം ഉണ്ട്. ഇതിന് രണ്ടിനെയും നമ്മൾ എന്ത് ചെയ്യുന്നു? ഒറ്റ യൂണിറ്റ് കൺസിഡർ ചെയ്യുന്നു. 4 + 1 എത്ര ഉണ്ട്? 5. ഓക്കെ, നമുക്ക് എന്ത് ചെയ്താൽ മതി? 5 ഫാക്ടോറിയൽ എടുത്താൽ മതി. എത്ര കിട്ടും? 5 ഫാക്ടോറിയൽ. 5 ഫാക്ടോറിയൽ പറയുമ്പോൾ 5 × 4 × 3 × 2 × 1. 20, 20 × 60, 62, 120 വേസ് നമുക്ക് എന്ത് ചെയ്യും? ആൻസർ കിട്ടും. ഇനി വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. എന്നും ഈ അടുത്തടുത്ത് വന്നാൽ മതി, എൻ കഴിഞ്ഞാൽ ഈ വേണമെന്ന് പറഞ്ഞിട്ടില്ല. എൻ ഈസ് ഓൾവേസ് നെക്സ്റ്റ് ടു എന്നല്ല പറഞ്ഞത്. എന്നും ഈ എന്ത് തന്നെ ആൾവേസ് ടുഗദർ എന്നേ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? 5 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ കൂടി എന്ത് ചെയ്യണം? കൊടുക്കേണ്ടതായിട്ട് വരും. പക്ഷെ എന്ത് ചെയ്തിട്ടില്ല, ഇവിടെ അങ്ങനെ പറഞ്ഞിട്ടില്ല. ചിലപ്പോൾ എന്ത് ചെയ്യും? ആൾക്കാർ തെറ്റിച്ചിരിക്കണം, എന്നിന് ഈ അടുത്തടുത്ത് വരണം, അപ്പൊ 2 ലെറ്റേഴ്സ് ഉണ്ട്, അപ്പൊ 2 അങ്ങോട്ടും ഇങ്ങോട്ടും അറേഞ്ച് ചെയ്യാം എന്ന് പറ്റത്തില്ല. കാരണം എൻ കഴിഞ്ഞിട്ടേ ഈ വരാവൂ. എൻ ഈസ് ഓൾവേസ് നെക്സ്റ്റ്. എൻ കഴിഞ്ഞിട്ട് ഈ തന്നെ വരണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ എത്രയാണ്? 120 വേസ് എന്നുള്ളതാണ് ആൻസർ കിട്ടുന്നത്. ഓക്കെ, ക്ലിയർ ആയി കാണുമല്ലോ. അപ്പൊ ഇതേപോലത്തെ പ്രോബ്ലംസ് ചെയ്യാം. ഞാൻ എന്ത് ചെയ്തു? പെൻസിൽ എന്ന ലെറ്റർ എത്ര ഉണ്ട്? 6 ലെറ്റേഴ്സ് മൊത്തമുണ്ട്. അതിൽ നിന്ന് 2 എണ്ണം ഇത് രണ്ടും അടുത്തടുത്ത് വരണം, എൻ കഴിഞ്ഞിട്ട് ഇത് തന്നെ വരണം എന്ന് പറയുന്നു. സോ എന്ത് ചെയ്തിട്ടുണ്ട്? എന്നിനെ ഈ ഞാൻ ഒറ്റ യൂണിറ്റ് എടുത്തു. എത്ര എണ്ണം ഉണ്ട്? അപ്പോൾ 4 ലെറ്റേഴ്സ്. അത് അതുപോലെ ഈ എന്നിനെ ഈ ഒറ്റ യൂണിറ്റ് എടുത്തു. 4 + 1 5 ഫാക്ടോറിയൽ. ഓക്കെ, 5 ഫാക്ടോറിയൽ 120 വേസ് എന്ന് നമുക്ക് എന്ത് ചെയ്യുന്നു? ആൻസർ കിട്ടും. ഓക്കെ, ക്ലിയർ ആയി കാണുമല്ലോ. ഇതേപോലത്തെ വീണ്ടും പ്രോബ്ലംസ് ഉണ്ട്. അതൊരു മൊബൈൽസ് നമുക്ക് ഇങ്ങനെ അറേഞ്ച് ചെയ്യാനുള്ള ഒരു പ്രോബ്ലം ഉണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു പ്രോബ്ലം നമുക്ക് നോക്കാം. How many words can be formed using the word daughter? Okay, daughter എന്ന വേർഡ് ഉപയോഗിച്ചാൽ എത്ര വേർഡ്സ് നമുക്ക് എത്ര രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്യാം എന്നാ ചോദിച്ചിരിക്കുന്നത്. ഹൗ മെനി വേർഡ്സ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിലും ഹൗ മെനി വേസ് എന്ന് എത്ര രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്യാം. ഡോട്ടർ എന്ന വേർഡ് നമുക്ക് എന്ത് ചെയ്യാം? ലെറ്റേഴ്സിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇന്റർചേഞ്ച് ചെയ്ത് നമുക്ക് ഇതിനെ എങ്ങനെ അറേഞ്ച് ചെയ്യാമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിന്റെ കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ട്. The vowels are to be together. വവൽസ് എന്ത് ചെയ്യണം? ഒരു അടുത്തടുത്തായിരിക്കണം, ഒന്നാമത്തെ കണ്ടീഷൻ. രണ്ടാമത്തെ പറയുന്നത് വവൽസ് എന്ത് ചെയ്ത് ഒരിക്കലും അടുത്ത് വരാനേ പാടില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ആദ്യം പറഞ്ഞിരിക്കുന്നത് the vowels are to be together. ഇതിലെ വവൽസ് നമുക്ക് പുറത്തെടുക്കാം. ഏതാണ്? എ ഉണ്ട്, യു ഉണ്ട്, ഇ ഉണ്ട്. ഓക്കെ, എ യു ഇ, എ യു ഇ. ഓക്കെ, വവൽസ് എന്ത് ചെയ്യണം? അടുത്തടുത്ത് വരണമെന്ന് എന്ത് ചെയ്തിട്ടുള്ളൂ? പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത നോക്കുക. വവൽസ് കഴിഞ്ഞ് ടോട്ടൽ എത്ര ലെറ്റേഴ്സ് ഉണ്ട്? 1 2 3 4 5 6 7 8 ലെറ്റേഴ്സ് നമുക്ക് ഇതിൽ തന്നിട്ടുണ്ട്. ഓക്കെ, ഡോട്ടർ എന്ന വേർഡിൽ 8 ലെറ്റേഴ്സ് ഉണ്ട്. അതിൽ ഈ 3 എണ്ണം പോകുമ്പോൾ എത്രയേ ഉള്ളൂ? 5 എണ്ണേ ബാക്കിയുള്ളൂ. ഓക്കെ, 8 3 കഴിഞ്ഞ് 5 ലെറ്റേഴ്സ് പിന്നെ ബാക്കിയുള്ളൂ. ഞാൻ കഴിഞ്ഞ പ്രവർത്തി എന്ത് പറഞ്ഞു? ഇതേപോലെ അടുത്തടുത്ത് വരണമെന്ന് പറയുന്നെങ്കിൽ ഈ 3 എണ്ണമാണ് വന്നിരിക്കുന്നത്. 3നെ എന്ത് ചെയ്യണം? ഒറ്റ യൂണിറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? കൺസിഡർ ചെയ്യണം. എത്രയായിട്ട്? ഒറ്റ യൂണിറ്റ് ആയിട്ട് എന്ത് ചെയ്യണം? കൺസിഡർ ചെയ്യേണ്ടി വരും. ഓക്കെ, നമ്മൾ എന്ത് ചെയ്തില്ല? ഒറ്റ യൂണിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു? ഒരിക്കലും. ഓക്കെ, ഒറ്റ യൂണിറ്റ് നമുക്ക് എന്ത് ചെയ്യണം? കൺസിഡർ ചെയ്യണം. 5 + 1 എന്ത് ചെയ്യണം? 6 6 കിട്ടും. ഓക്കെ, 6 ലെറ്റേഴ്സ് ആയപ്പോൾ ഡോട്ടർ എന്ന ലെറ്റർ എടുത്തു. അതിൽ നിന്ന് ഞാൻ എന്ത് ചെയ്തു? വവൽസിനെ പുറത്തെടുത്തു. വവൽസ് 3 എണ്ണം ഉണ്ട്. ബാക്കി എത്ര ഉണ്ട്? 5 ലെറ്റേഴ്സ് ഉണ്ട്. വവൽസ് ഒരുമിച്ച് വരണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? വവൽസിനെ എല്ലാം കൂടെ ഒറ്റ യൂണിറ്റ് ആക്കി. അങ്ങനെ മൊത്തം എത്ര ലെറ്റേഴ്സ്? 6 ലെറ്റേഴ്സ് ഉണ്ട്. 6 ഫാക്ടോറിയൽ. ഇനി ഒരു കാര്യം കൂടെ ഉണ്ട്. എ കഴിഞ്ഞാൽ യു, അല്ലെ യു കഴിഞ്ഞാൽ ഇ, അങ്ങനല്ല പറഞ്ഞിരിക്കുന്നത്. ഒരുമിച്ച് വന്നാൽ മതി. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഒരു ചെറിയ തെറ്റ് എനിക്ക് ചെയ്തു വന്നപ്പോൾ അബദ്ധത്തിൽ പറ്റിപ്പോയി. ചെയ്തു വന്ന സ്പീഡിൽ എനിക്ക് എന്ത് ചെയ്തു? മിസ്റ്റേക്ക് പറ്റിപ്പോയി. പക്ഷെ കറക്റ്റ് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഇതിൽ അടുത്തടുത്ത് വരണമെന്നൊന്നും എന്ത് ചെയ്തിട്ടില്ല, പറഞ്ഞിട്ടില്ല. സോ നമുക്ക് എന്ത് ചെയ്യാം? ഈ 3 ലെറ്റേഴ്സിനെ എന്ത് ചെയ്യാം? അങ്ങോട്ടും ഇങ്ങോട്ടും അറേഞ്ച് ചെയ്തുകൂടെ? ഇല്ലേ? എ കഴിഞ്ഞാൽ യു വരണമെന്നോ യു കഴിഞ്ഞാൽ ഇ വരണമെന്നോ പറഞ്ഞിട്ടുണ്ടോ?
ഒരിക്കലും പറഞ്ഞിട്ടില്ല. അതങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. കഴിഞ്ഞ പ്രോബ്ലത്തിൽ n ഈസ് ഓൾവേസ് നെക്സ്റ്റ് ടു e എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ഒറ്റ യൂണിറ്റ് കൺസിഡർ ചെയ്തു. പിന്നെ അതിന് വേറെ സെപ്പറേറ്റ് എന്ത് ചെയ്തിട്ട് 2 ഫാക്ടറിയോട് നമ്മൾ നേരെ കണ്ടുപിടിച്ചിട്ടില്ല. ഓക്കെ, അപ്പോൾ എയും എയും ഇ. ഓക്കെ, ഇതിനെ മൂന്നിന് നമുക്ക് എന്ത് ചെയ്യാം, അങ്ങോട്ടും ഇങ്ങോട്ടും അറേഞ്ച് ചെയ്യാം. അറേഞ്ച് ചെയ്യരുതെന്നൊന്നും പറഞ്ഞിട്ടില്ല. അവൽസ് ഒരുമിച്ച് വന്നാൽ മാത്രം മതി. എ യു ഇ എന്ന് വരാം, യു എ ഇ എന്ന് വരാം, ഇ യു എ എന്ന് വരാം. അങ്ങനെ എങ്ങനെ വേണം നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ അറേഞ്ച് ചെയ്യാം. 3 ലെറ്റേഴ്സ്. സോ 3 ഫാക്ടോറിയൽ 3 ലെറ്റേഴ്സേ ഉള്ളൂ, എ യു ഇ. ഇതിനെ എങ്ങനെ അറേഞ്ച് ചെയ്യാം, 3 ഫാക്ടോറിയൽ വൈസ് നമുക്ക് എന്ത് ചെയ്യാം, അറേഞ്ച് ചെയ്യാം. അപ്പോൾ വവൽസിനെ എല്ലാം കൂടെ ഒറ്റ യൂണിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്തു. അതും ബാക്കിയുള്ള അഞ്ചെണ്ണം ചേർത്ത് 6 ഫാക്ടോറിയൽ. വവൽസിനെ നമുക്ക് എന്ത് ചെയ്യണം, സെപ്പറേറ്റ് വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും അറേഞ്ച് ചെയ്യാം. അത് 3 ഫാക്ടോറിയൽ. രണ്ടും കൂടി എന്ത് ചെയ്യണം, കൺസിഡർ. 6 ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ 720. 720 ഇൻറ്റു 3 ഫാക്ടോറിയൽ മീൻസ് 6. എത്ര കിട്ടും, 4320 നമുക്ക് എന്ത് ചെയ്യും, ആൻസർ കിട്ടും. 4320 വേസ് നമുക്ക് എന്ത് ചെയ്യും, ആദ്യത്തെ ആൻസർ കിട്ടും. അതായത് വവൽസ് എല്ലാം ഒരുമിച്ചാണെങ്കിൽ എത്ര കിട്ടും, 4320 എന്ന് കിട്ടും. നമുക്ക് ക്വസ്റ്റ്യനോട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഡോട്ടർ എന്ന ലെറ്റർ അതിൽ എന്ത് ചെയ്യുന്നു, വവൽസ് എല്ലാം ഒരുമിച്ച് വരണമെന്ന് ആദ്യത്തെ കണ്ടീഷൻ. ഞാൻ 3 വവൽസ് ഉണ്ട്, 3നെയും പുറത്തെടുത്തു. അപ്പോൾ ടോട്ടൽ 8 ലെറ്റേഴ്സ്. അതിൽ 3 മുകളിൽ ബാക്കി എത്രയാണ്, 5 ലെറ്റേഴ്സേ ഉള്ളൂ. വവൽസ് എല്ലാം ഒരുമിച്ച് വരണമെന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു, വവൽസ് എല്ലാം ഒറ്റ യൂണിറ്റായി കൺസിഡർ ചെയ്തു. അങ്ങനെ 5 + 1 6 ലെറ്റേഴ്സ് ആയി. ഇനി വവൽസിനെ നമുക്ക് എന്ത് ചെയ്യാം, അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്യാം. അതിനെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് അതിന് സെപ്പറേറ്റ് ഫാക്ടോറിയൽ കണ്ടീഷൻ നമ്മൾ കൊടുത്തു. 3 ഫാക്ടോറിയൽ നമ്മൾ കണ്ടുപിടിച്ചപ്പോൾ 4320 വേസ് നമുക്ക് എന്ത് ചെയ്തു, ആൻസർ കിട്ടി. ഇനി അപ്പോൾ വവൽസ് എല്ലാം ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാം, 4320 വേസിൽ നമുക്ക് എന്ത് ചെയ്യാം, അറേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി വേറൊരു കാര്യം, രണ്ടാമത്തെ ദ വവൽസ് ആർ നെവർ ടുഗദർ. വവൽസ് അടുത്ത് വരാനേ പാടില്ല. ഓക്കെ, വവൽസ് എന്ത് ചെയ്യരുത്, അടുത്ത് വരാനേ പാടില്ല. അപ്പോൾ വവൽസ് അടുത്ത് വരാതെ എങ്ങനെ ചെയ്യാം, അപ്പോൾ വവൽസ് അടുത്ത് വരരുത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, ടോട്ടൽ എത്ര ലെറ്റേഴ്സ് ഉണ്ട്, 8 ലെറ്റേഴ്സ് ഉണ്ട്. ഓക്കെ, ഒരു കണ്ടീഷൻ വവൽസ് അടുത്ത് വരണമെന്ന് ഒന്നും പറഞ്ഞില്ല. വവൽസ് അടുത്ത് വരാൻ പാടില്ല. വവൽസ് എന്ത് ചെയ്യരുത്, അടുത്ത് വരരുത്. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം, നല്ല വവൽസ് എന്ത് ചെയ്യണം, അടുത്ത് വരാതെ എത്ര വേസിൽ നമുക്ക് അറേഞ്ച് ചെയ്യാം. വവൽസ് ഒരിക്കലും അടുത്ത് വരാൻ പാടില്ല. എങ്ങനെയൊക്കെ ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യരുത്, ഈ വവൽസിനെ എന്ത് ചെയ്യരുത്, അടുത്തടുത്ത് കൊണ്ടുവരാൻ പാടില്ല. അപ്പോൾ വവൽസ് വരാതെ ശ്രദ്ധിക്കണം. എങ്ങനെ വേണമെങ്കിലും അറേഞ്ച് ചെയ്യാമെന്നല്ല പറയുന്നത്, വവൽസ് വരാതെ എങ്ങനെ അറേഞ്ച് ചെയ്യാമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ടോട്ടൽ 8 ലെറ്റേഴ്സ്. ഓക്കെ, 8 ഫാക്ടോറിയൽ എന്ത് ചെയ്യണം, ആദ്യം കണ്ടുപിടിക്കണം. എത്രയാണ്, 8 ഫാക്ടോറിയൽ 40320 കിട്ടും. ഓക്കെ, 40320. ഈ 40320ൽ 4320 എന്ന ബേസ് എന്താണ്, വവൽസ് എല്ലാം ഒരുമിച്ച് വരുന്നതാണ്. അതാണ് അവിടുത്തെ പോയിന്റ്. ഓക്കെ, 40320 ബേസിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡോട്ടറിനെ അറേഞ്ച് ചെയ്യാം. 8 ഫാക്ടോറിയൽ എടുക്കുമ്പോൾ അതിൽ 4320 ബേസ് എന്താണ്, വവൽസ് എല്ലാം ഒരുമിച്ച് വരുന്ന കണ്ടീഷനാണ്. അപ്പോൾ അതിൽ എന്ത് ചെയ്യണം, മൈനസ് ചെയ്താൽ മാത്രമേ 40320 നിന്ന് 4320 മൈനസ് ചെയ്താൽ, അല്ലെങ്കിൽ സബ്സ്ട്രാക്ട് ചെയ്ത് കളഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, വവൽസ് ആർ നെവർ ടുഗദർ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? രണ്ടാമത്തെ കണ്ടീഷനിൽ വവൽസ് അടുത്ത് വരാൻ പാടില്ല. നമ്മൾ വവൽസ് അടുത്ത് വരുന്നത് എത്രയാണ് കണ്ടുപിടിച്ചു, ടോട്ടൽ അറേഞ്ച്മെന്റ് കണ്ടുപിടിച്ചു. അപ്പോൾ ടോട്ടൽ അറേഞ്ച്മെന്റിൽ നിന്ന് വവൽസ് എല്ലാം അടുത്ത് വരുന്നത് കുറയ്ക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും, വവൽസ് ആർ നെവർ ടുഗദർ വേസ് നമുക്ക് നിന്ന് കിട്ടുന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. 4320 നിന്ന് എത്ര കുറയ്ക്കണം, 4320 കുറയ്ക്കുക. എത്ര കിട്ടും, 36,000. നമുക്ക് എന്ത് ചെയ്യുന്നു, 36,000 ബേസിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, വവൽസ് വരാതെ അറേഞ്ച് ചെയ്യാം. ഡോട്ടർ എന്ന ലെറ്ററിനെ 8 ഫാക്ടോറിയൽ ബേസിൽ നമുക്ക് 4320 ബേസിൽ നമുക്ക് അറേഞ്ച് ചെയ്യാം. രണ്ടാമത്തെ കണ്ടീഷനിൽ പറയുന്നു വവൽസ് ആർ നെവർ ടുഗദർ, വവൽസ് അടുത്ത് വരാൻ പാടില്ല. സോ വവൽസ് അടുത്ത് വരുമ്പോൾ 4320 ബേസ് ആണ്. അപ്പൊ ടോട്ടലിൽ നിന്ന് ഇത് കുറയ്ക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും, വവൽസ് അടുത്ത് വരാത്ത കണ്ടീഷൻ നമുക്ക് എന്ത് ചെയ്യും, ആൻസർ കിട്ടും. ടോട്ടൽ എത്രയാണ്, 34,000 ബേസിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡോട്ടർ എന്ന പേരിലെ വവൽസ് അടുത്ത് വരാതെ നമുക്ക് എന്ത് ചെയ്യാം, അറേഞ്ച് ചെയ്യാം. അപ്പോൾ വവൽസ് അടുത്ത് വരണമെങ്കിൽ 4320 ബേസ്, വവൽസ് അടുത്ത് വരാതെ 36,000 ബേസിലൂടെ 36,000 കിട്ടുന്നു. ഇനി ഡോട്ടർ ലെറ്ററിനെ നമുക്ക് എങ്ങനെ അറേഞ്ച് ചെയ്യാം, 8 ഫാക്ടോറിയൽ ബേസിൽ 4320 നമുക്ക് എന്ത് ചെയ്യണം, കോമൺ ആയിട്ട് കണ്ടുപിടിക്കുന്ന സാധനം. അത് കണ്ടുപിടിച്ചാൽ മാത്രമേ ബാക്കി നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഈ രീതിയിലൊക്കെ എന്ത് ചെയ്യും, ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ ഏതോ ഒരു വർഷത്തെ പ്രോബ്ലം ചോദിച്ചിട്ടുണ്ട്. ആദ്യത്തെ വർഷം ഈ മോഡൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ
ഇത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് സാധാരണ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. ഓക്കെ, നമ്മളായിട്ട് വട്ടം ചുറ്റിക്കുന്ന രീതിയിൽ എന്ത് ചെയ്യുന്നു, സാധാരണ വവൽസ് ആർ നെവർ ടോൾഡ് എന്ന് കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, 8 ഫാക്ടറുകൾ കണ്ടുപിടിച്ച് എഴുതിയെങ്കിൽ വെക്കും. അങ്ങനല്ല, വവൽസ് ഒരിക്കലും അടുത്ത് വരാൻ പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇത് എന്ത് ചെയ്യണം, കുറച്ച് കളഞ്ഞാൽ മാത്രമേ നമുക്ക് ആൻസർ കിട്ടത്തുള്ളൂ. ഓക്കെ, ഇത് ക്ലിയർ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇത് ക്ലിയർ ആയില്ല എങ്കിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിന്റെ നമ്പർ, കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്, ആ നമ്പറിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ എനിക്ക് ഇമെയിൽ ചെയ്യാം. ഓക്കെ, മറ്റൊരു പ്രോബ്ലം, അക്കൗണ്ടന്റ് എന്ന ലെറ്റേഴ്സിനെ എങ്ങനെ അറേഞ്ച് ചെയ്യാം. ക്വസ്റ്റ്യൻ ഞാൻ വായിക്കണം, ഇങ്ങനെ വായിക്കാം. ഇൻ ഹൗ മെനി വേസ് ക്യാൻ ദ ലെറ്റർ ഓഫ് ദ വേർഡ് അക്കൗണ്ടന്റ് ബി അറേഞ്ച്ഡ്. അക്കൗണ്ടന്റ് വേർഡിനെ എങ്ങനെ അറേഞ്ച് ചെയ്യാം. രണ്ടാമത്തെ കണ്ടീഷൻ ഉണ്ട്, ഇൻ ഹൗ മെനി ഓഫ് ദം വവൽസ് ആർ ഓൾവേസ് ടുഗദർ. വവൽസ് എന്ത് ചെയ്യണം, അടുത്തടുത്ത് കരുതി എങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, അറേഞ്ച് ചെയ്യാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം, അക്കൗണ്ടന്റ് എന്ന വേർഡിനെ ആദ്യം അറേഞ്ച് ചെയ്യാം. എത്ര ലെറ്റേഴ്സ് ഉണ്ട്, 1 2 3 4 5 6 7 8 9 10 ഉണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം 10 ഫാക്ടോറിയൽ നമ്മൾ എടുത്തു. 10 കണ്ടു കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യുക, വേറെ ഒന്നും സ്പെഷ്യൽ ആയിട്ട് പറഞ്ഞിട്ടില്ലെങ്കിൽ 10 ഫാക്ടോറിയൽ ആദ്യമേ അങ്ങ് എടുത്ത് എഴുതി വെക്കുക. ഇനി ഇവിടെ എന്തുണ്ടേ, റെപ്പറ്റീഷൻ കിടപ്പുണ്ട് ഇല്ലേ. എ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. എ എത്ര തവണ, 2 തവണ റെപ്പറ്റീഷൻ ഉണ്ട്. എ 2 തവണ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. സി 2 തവണ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്തുണ്ട്, എൻ 2 തവണ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ടി യു എന്ത് ചെയ്യുന്നുണ്ട്, 2 തവണ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. എ 2 തവണ, സി 2 തവണ, എൻ 2 തവണ, ടി യു എന്ത് ചെയ്യുന്നുണ്ട്, 2 തവണ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. സോ റിപ്പീറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, റെപ്പറ്റീഷൻ അതുപോലെ എഴുതി വെക്കുക. 2 ഫാക്ടോറിയൽ 2 ഫാക്ടോറിയൽ 2 ഫാക്ടോറിയൽ 2 ഫാക്ടോറിയൽ. ഓക്കെ, 10 ഫാക്ടോറിയൽ ബൈ എ 2 ഫാക്ടോറിയൽ, സി 2 ഫാക്ടോറിയൽ, എൻ 2 ഫാക്ടോറിയൽ, ടി യു എന്നുണ്ട് 2 ഫാക്ടോറിയൽ. ഓക്കെ, 2 തവണ റിപ്പീറ്റ് ചെയ്യുമ്പോൾ അപ്പോൾ നമ്മൾ റെപ്പറ്റീഷൻ ഏതൊക്കെ വരുന്നുണ്ടോ അതിനെ എന്ത് ചെയ്യുക, അങ്ങ് ഡിവൈഡ് ചെയ്ത് വെക്കുക. ഓക്കെ, നമുക്ക് ആൻസർ കിട്ടും 2,26,800 നമുക്ക് എന്ത് ചെയ്യും, ഇതിന്റെ ആൻസർ കിട്ടും. ജസ്റ്റ് കാൽക്കുലേറ്റർ നമുക്കൊന്ന് ചെയ്ത് നോക്കിയാൽ മതി, വളരെ ഈസി ആയിട്ട് കിട്ടും. ഞാൻ ചെയ്ത് ഓട്ടോമാറ്റിക് എഴുതി കൂട്ടി കാണിക്കുന്നില്ല, കാരണം പറഞ്ഞതാണ് 10 ഫാക്ടോറിയൽ പറയുമ്പോൾ 10 × 9 × 8 × 7 × 6 × 4 × 3 × 2 × 1 അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 2,26,800 വേസ് എന്ന് നമുക്ക് എന്ത് ചെയ്യുന്നു, ആൻസർ നമുക്ക് കിട്ടും. ഓക്കെ, 2,26,800 വേസ് നമുക്ക് എന്ത് ചെയ്യും, ഇതിന്റെ ആൻസർ നമുക്ക് കിട്ടും. ഓക്കെ, ഇനി വേറൊരു കണ്ടീഷൻ പറയാൻ നോക്കൂ, വവൽസ് ആർ ഓൾവേസ് ടുഗദർ. രണ്ടാമത്തെ കണ്ടീഷനിൽ എന്ത് ചെയ്യണം, വവൽസ് ഒരുമിച്ച് വരണം. വവൽസ് ഏതൊക്കെയുണ്ട്, എ ഉണ്ട്, പിന്നെ ഓ ഉണ്ട് ഇല്ലേ, എയും ഓയും മാത്രമാണ് ചെയ്തിരിക്കുന്നത് ഇതിനകത്ത് ഉള്ളത്. ഓക്കെ, എയും ഓയും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, എയും ഓയും കൂടെ എത്ര വരും നമുക്ക് എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. അപ്പോൾ എയും ഓയും മാത്രമേ ഇതിനകത്ത് വവൽസ് ആയിട്ടുള്ളൂ, വേറെ ഏതെങ്കിലും ലെറ്റേഴ്സ് വവൽസ് ആയിട്ടില്ലല്ലോ. സോ 2 നമുക്ക് എന്ത് ചെയ്തിട്ടുള്ളൂ, ഇതിൽ തന്നിട്ടുള്ളൂ. സോ നമുക്ക് എന്ത് ചെയ്യാം, അത് എന്ത് ചെയ്യണം, ഇനി കണ്ടുപിടിക്കണം. ഓക്കെ, 2 സോറി യു ഉണ്ട്, സോറി എയും ഓയും യു ഉണ്ട്. ഓക്കെ, 3 എണ്ണമാണ് നമുക്ക് എന്ത് ചെയ്തിരിക്കുന്നത്, തന്നിരിക്കുന്നത്. സോ 3 വവൽസ് ഉണ്ട്, 3 വവൽസ് എന്ത് ചെയ്തിട്ടുണ്ട്, തന്നിട്ടുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇനി ഇതിനെ 3 നമുക്ക് എന്ത് ചെയ്യാം, ഒറ്റ യൂണിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇതിനെ 3 നമുക്ക് എന്ത് ചെയ്യാം, ഒറ്റ യൂണിറ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, കൺസിഡർ ചെയ്യണം. ഓക്കെ, എ ഒ യു. ഇതിൽ എ എത്ര എണ്ണം ഉണ്ട്, 2 എണ്ണം ഉണ്ട്. സോ 2, അപ്പൊ ഇത് 2 എണ്ണം 1 ഉണ്ട്. എത്ര എണ്ണം ഉണ്ട്, 4 ലെറ്റേഴ്സിൽ നമുക്ക് എന്ത് ചെയ്യണം, അതിന് പുറത്തെടുക്കണം ഇല്ലേ. 10 ലെറ്റേഴ്സ് ഉണ്ട്, അതിൽ നിന്ന് എ 2 എണ്ണം, ഒരു ഒയും ഉണ്ട്, ഒരു യു ഉണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യണം, അതിനെല്ലാം കൂടെ പുറത്തെടുക്കുമ്പോൾ 4 ലെറ്റേഴ്സിന് പുറത്തെടുത്തു. ബാക്കി എത്ര ഉണ്ട്, 10 × 4 കഴിഞ്ഞാൽ 6. ഇത് രണ്ടിനെയും കൂടെ നമുക്ക് ഒറ്റയോടെ കൺസിഡർ ചെയ്ത് +1 7 ഫാക്ടോറിയൽ. ഓക്കെ, 7 ഫാക്ടോറിയൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. എങ്ങനെയാണ് ഇവിടെ കിട്ടിയോ, 10 ലെറ്റേഴ്സ് ടോട്ടൽ ഉണ്ട്, 10 എണ്ണം ടോട്ടൽ ഉണ്ട്. അതിൽ നിന്ന് വവൽസ് ആയിട്ട് പുറത്തെടുക്കണം. വവൽസ് ഏതൊക്കെയാണ്, എ ഉണ്ട്, യു ഉണ്ട്, യു ഉണ്ട്. ഓക്കെ, എ ഒ യു. അതിൽ നിന്ന് എ എത്ര എണ്ണം ഉണ്ട്, എ 2 എണ്ണം ഉണ്ട്. അപ്പോൾ 2, ഒ 1 3, യു 1 4. 4 ലെറ്റേഴ്സിന് ഞാൻ എന്ത് ചെയ്തു, പുറത്തെടുത്തു. അപ്പോൾ ബാക്കി 6 എണ്ണം. എന്നിട്ട് ഈ 3 എണ്ണത്തിനെ ഞാൻ എന്ത് ചെയ്തു, ഒറ്റ യൂണിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്തു. 3 എണ്ണമായിട്ട് എടുത്താൽ മതി. 3നെയും കൂടെ ഞാൻ ഒറ്റ യൂണിറ്റ് ആക്കി 7 ഫാക്ടോറിയൽ. ഓക്കെ, 7. ഇനി എ റിപ്പറ്റീഷൻ വരുന്നത് അത് നമുക്ക് എന്ത് ചെയ്യണം, അടുത്ത് വീണ്ടും ഒന്നുകൂടെ ചെയ്യാനുള്ളതാണ്. അപ്പോൾ അത് അങ്ങനെ മനസ്സിലാക്കാം. ഓക്കെ, ഇനി എന്ത് ചെയ്യുക, 7 ഫാക്ടോറിയൽ എടുത്തു കഴിഞ്ഞു, ഡിവൈഡഡ് ബൈ, ഞാൻ ഇതൊക്കെ വായിക്കാം. അപ്പോൾ നിങ്ങൾ അല്ലെങ്കിൽ എഴുതി എന്നോട് ആഡ് ചെയ്ത് വെക്കണം. ഓക്കെ, 7 ഫാക്ടോറിയൽ
7 ഫാക്ടോറിയൽ എന്ത് ചെയ്തു? ഓക്കെ, 7 ഫാക്ടോറിയൽ എടുത്തു. ഇനി വവൽസ് വെച്ച് കഴിഞ്ഞാൽ ബാക്കി ഏതൊക്കെയുണ്ട്? സി റിപ്പീറ്റ് ചെയ്ത് 2 തവണ, എന്നിന് 2 റിപ്പീറ്റേഷൻ ഉണ്ട്, ടിക്ക് വന്നുണ്ട് 2 റെപ്പറ്റേഷൻ ഉണ്ട്. അത് അതുപോലെ എഴുതി വെക്കാം. 2 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ ഇങ്ങനെ എഴുതി വെച്ചു. ഇത് ഒറ്റ യൂണിറ്റ് ഇൻറ്റു. ഓക്കെ, ഇനി അടുത്തത് വവൽസ് ഓൾവേസ് ടുഗദർ എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഏതടുത്ത് വരണം, ഏത് അടുത്ത് വരണം, ഏത് കഴിഞ്ഞാൽ അടുത്ത് വരണം എന്നൊരു കണ്ടീഷനും പറഞ്ഞിട്ടില്ല. വവൽസ് എത്ര ഉണ്ട്? എ ഒ യു 3 ലെറ്റേഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ എത്ര ഉണ്ട്? 4 എണ്ണം ഇതിനകത്ത് നമ്മൾ പുറത്തെടുത്തു. 4 എണ്ണത്തിനെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഇതിൽ നിന്ന് പുറത്തെടുത്തു. സോ 4 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ എയുടെ റെപ്പറ്റേഷൻ ഉണ്ട്, എക്ക് 2 റെപ്പറ്റേഷൻ ഉണ്ട്. സോ ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ. മനസ്സിലാവുന്നുണ്ടോ? വളരെ എളുപ്പമാണ്. ഒന്ന് എന്ത് ചെയ്യുക, ലോജിക്ക് ഉപയോഗിച്ചാൽ മാത്രം മതി. ഒന്നുകൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഇത് എടുത്തു വരുന്നതോടെ സ്റ്റെപ്പ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എക്സ്പ്ലെയിൻ ചെയ്യാം. അക്കൗണ്ടന്റ് എന്നത് ഞാൻ എന്ത് ചെയ്തു? അക്കൗണ്ടന്റ് ഡയറക്റ്റ് അറേഞ്ച് ചെയ്യുമ്പോൾ 2,26,800 വയസ്സിൽ എന്ത് ചെയ്യുന്നു? നമുക്ക് ഇതിനെ അറേഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇത് എന്ത് ചെയ്തിട്ടുണ്ട്? ഇതിൽ നിന്നും അക്കൗണ്ടന്റ് എന്ത് ചെയ്യുന്നു? വവൽസ് എപ്പോഴും അടുത്തടുത്ത് വരുന്ന കേസാണ് പറഞ്ഞിരിക്കുന്നത്. സോ വവൽസ് എന്ത് ചെയ്യണം? അടുത്തടുത്ത് വരുന്ന കേസാണ്. എങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാം? ഇതിൽ നമുക്ക് നോക്കാം. അപ്പോൾ വവൽസ് അടുത്ത് വരുമ്പോൾ ഞാൻ എന്ത് ചെയ്തു? 3 വവൽസ് ഉണ്ട്. 3 വവൽസിനെ ഞാൻ എന്ത് ചെയ്തു? ഇതിൽ നിന്ന് പുറത്തെടുത്തു. 3 വവൽസിനെ പുറത്തെടുക്കുമ്പോൾ എത്രയാണ്? എ 2 എണ്ണം ഉണ്ട്, ഒരു ഓ ഉണ്ട്, ഒരു യു ഉണ്ട്. മൊത്തം 4 എണ്ണം. 4 എണ്ണം ഇത് പുറത്തെടുത്തു. ഓക്കെ, അപ്പോൾ 10 4 ആയി കഴിഞ്ഞാൽ 6. 6 ഇത് ഞാൻ എന്ത് ചെയ്തു? ഒറ്റ യൂണിറ്റായിട്ട് കൺസിഡർ ചെയ്തു. 6+1 7 ഫാക്ടോറിയൽ ഞാൻ എന്ത് ചെയ്തു? എടുത്തു. ഇനി അക്കൗണ്ടിന് റെപ്പറ്റേഷൻ ഏതൊക്കെ ഉണ്ട്? സിയും എന്നും ടിയും റെപ്പറ്റേഷൻ ഉണ്ട്. അത് അതുപോലെ ഞാൻ എഴുതി. ഇനി വവൽസ് 4 എണ്ണം, 2 എ, ഒരു ഒ, ഒരു യു. 4 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ എയുടെ റെപ്പറ്റേഷൻ 2 ഫാക്ടോറിയൽ. നമുക്ക് എന്ത് ചെയ്യണം? ഇത് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആൻസർ ചെയ്യുമ്പോൾ 7560 വേസ്. 7560 വേസ് നമുക്ക് എന്ത് ചെയ്യും? ഇതിന്റെ ആൻസർ നമുക്ക് കിട്ടും. ഓക്കെ, ഇത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. എങ്ങനെ എടുത്തു എന്ത് ചെയ്യുക? ഒന്ന് ചിന്തിച്ചു നോക്കുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം. ഇത് പിടി കിട്ടിയില്ലെങ്കിൽ, ഞാൻ ഈ പറഞ്ഞ വീഡിയോ ക്ലിയർ ആയില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ചെയ്യുക. വേണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം? വീഡിയോ ഒന്നുകൂടെ ക്ലാസ് എന്ത് ചെയ്യാൻ ഇതുപോലെ വീഡിയോ റെക്കോർഡ് ചെയ്ത് ഞാൻ വീണ്ടും നിങ്ങൾക്ക് വേണമെങ്കിൽ പോസ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ ചെറിയ ഡൗട്ടുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കമന്റ് ചെയ്യാം. അല്ലെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറോ അല്ലെങ്കിൽ ഇമെയിലോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ ആൻസർ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എന്നോട് ക്ലിയർ ചെയ്യാവുന്നതാണ്. ഓക്കെ, ക്ലിയർ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കണം. ഞാൻ വീഡിയോ റിപ്പീറ്റ് ചെയ്യുന്നു. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കണം. ഡൗട്ട്സ് ചോദിക്കുന്നതിന് നിങ്ങൾ എന്ത് ചെയ്യേണ്ട? ഒരു രൂപ നിങ്ങൾ ഫീസ് അടയ്ക്കേണ്ട. ഒരു രൂപ ചിലവില്ല. എന്ത് ചെയ്യുക? ഇതിൽ വാട്സപ്പോ അല്ലെങ്കിൽ ഇമെയിലോ എടുത്ത് എന്ത് ചെയ്യുക? എൻ്റെ ഇമെയിലിലേക്കോ അല്ലെങ്കിൽ വാട്സപ്പിലേക്ക് നിങ്ങൾക്ക് ഡൗട്ട് എന്ത് ചെയ്യാം? ചോദിക്കാം. അതിന് നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ട? സെപ്പറേറ്റ് ഒരു ഫീസ് നിങ്ങൾ എന്ത് ചെയ്യേണ്ട? എനിക്ക് നൽകേണ്ട കാര്യമില്ല. ഓക്കെ.